നമുക്ക് ആസാം എന്നുള്ള വേർഡിനകത്തുനിന്നും അതുപോലെ നാഗാലാൻഡ് എന്നുള്ള വേർഡിനകത്തുനിന്നും ഓരോ ലെറ്റേഴ്സ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഒരേ ലെറ്റർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആസാം എന്നുള്ള വേർഡിനും നാഗാലാൻഡിനും കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് എ ആണ്. സോ രണ്ടിൽ നിന്നും നമ്മൾ എ ആണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഒരേപോലത്തെ ലെറ്റർ ആയിട്ട് വരും. സോ ഇവിടെ എ എന്നുള്ള ലെറ്റർ നമുക്ക് ആസാമിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് എ എന്നുള്ള ലെറ്റർ ആണ്. അത് 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. സോ ആസാമിനകത്തുനിന്ന് എ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. അതേപോലെ നമുക്ക് നാഗാലാൻഡിനകത്തുനിന്ന് നമുക്ക് എ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ എ എന്നുള്ള ലെറ്റേഴ്സ് 3 ടൈംസ് ആണ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 8 ആണ്. സോ 3/8 ആണ്. സോ രണ്ടിൽ നിന്നും എ തന്നെ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് വരിക. സോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 3/20 ആണ്, വിച്ച് ഇസ് ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.